ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. കീം എഴുതിയ അതുപോലെ തന്നെ കീമിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നോട്ടിഫിക്കേഷൻ വന്നു എന്ന് വിചാരിക്കുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്നത് കീമിന്റെ ഫസ്റ്റ് അലോട്ട്മെന്റ് പ്രൊവിഷണൽ ലിസ്റ്റ് ആണ്. എത്ര പേർ ചെക്ക് ചെയ്തു എന്നും കിട്ടിയെന്നും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്യാം. അപ്പോൾ എന്താണ് ഇനി നടക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ പ്രൊഫഷണൽ ലിസ്റ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് എൻട്രൻസ് കമ്മീഷണറെ അറിയിക്കാനുണ്ട് എങ്കിൽ ഇന്ന് 4 മണിക്കകത്ത് നിങ്ങൾ മെയിൽ ചെയ്യുക. ആ മെയിൽ ഐ ഡി എല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് കീമിൻ്റെ സൈറ്റിൽ പോയിട്ട് ആ നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ അവിടുത്തെ ഡീറ്റെയിൽസിലും ഉണ്ട്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിൽ ചിലരൊക്കെ പറയുന്നത് കണ്ടു, ചില ഈ കാറ്റഗറി മാറി കിടക്കുവാണ്. അതൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഈ അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസോ അല്ലെങ്കിൽ കറക്ഷൻസോ ഉണ്ടെങ്കിൽ, എഡിറ്റിംഗ് ഓപ്ഷൻ ഒന്നും അല്ല, എഡിറ്റൊക്കെ ഓപ്ഷൻ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞു. അപ്പോൾ നാളെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫൈനൽ ലിസ്റ്റ് വരും. അതിനുശേഷമാണ് നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെന്റിന് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ കിട്ടിയാലും രണ്ട് നിങ്ങളുടെ മുന്നിൽ ചോയ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ കോളേജുകളിൽ പോയി അവിടെ തന്നെ മതി, അതായത് ഇനി എനിക്ക് മുകളിലോട്ടോ താഴോട്ടോ വേണ്ട, ഇറ്റ്സ് ഫൈൻ എന്നുണ്ടെങ്കിൽ അവിടെ പെർമനന്റ് ആയിട്ട് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ ടോക്കൺ ഫീസ് അടച്ചുള്ള അഡ്മിഷൻ ആണ്. അല്ല എങ്കിൽ ടോക്കൺ ഫീസ് അടച്ച് പെർമനന്റ് ആയിട്ട് പകരം ടെമ്പററി ആയിട്ട് എടുക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക്, സെക്കൻഡ് ഫേസിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഓപ്ഷൻസിനെ റീഅറേഞ്ച് ചെയ്തുകൊണ്ട്, ഇപ്പോൾ ലോവർ ഓപ്ഷൻ ആണെങ്കിൽ പോലും അതിനെ മുകളിലോട്ട് കയറ്റിക്കൊണ്ട് നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്തുകൊണ്ട് ഓപ്ഷൻ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏതൊക്കെ ഓപ്ഷൻസ് വെക്കുന്നു, നിങ്ങൾ കൊടുത്തിട്ടുള്ളതിൽ നിന്ന് ഏതൊക്കെ ഓപ്ഷൻസ് മുകളിലോട്ട് വെക്കുന്നു, അതിനെ സെക്കൻഡ് അലോട്ട്മെന്റ് ഫേസിന് പരിഗണിക്കും. അതിനനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റാങ്കും നിങ്ങളുടെ കാറ്റഗറിയും ഒക്കെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ചിലപ്പോൾ മാറി വരാം. ഈ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള കോളേജുകളിൽ റാങ്കിനനുസരിച്ച്, അവൈലബിലിറ്റിക്ക് അനുസരിച്ച് മാറി വരാം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനിയാണ് യഥാർത്ഥ കീം ഹെൽപ്പ് ഡെസ്ക് നമ്പറുകളുടെയും അതാത് കോളേജുകളുടെയും ആവശ്യം വരുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും. ഇനി അങ്ങോട്ട് അവിടെ ചെന്നിട്ടുള്ള പ്രൊസീജിയേഴ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും. ഫീസുകൾ എങ്ങനെയായിരിക്കും, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ഇന്നോ നാളെയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.